അങ്ങനെ ഇന്ത്യൻ ടി20 ടീമിന് ബാക്ക് ടു ബാക്ക് വൈറ്റ് വാഷ് കിട്ടിയിരിക്കുകയാണ്. ആദ്യം അയർലാൻഡിൽ നിന്നും 2-0, ഇപ്പൊ ഇംഗ്ലണ്ടിനോട് 4-0. 5-0 കിട്ടേണ്ടതായിരുന്നു, ഒരു കളി മഴ കാരണം ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ 5-0 കിട്ടിയേനെ. ഇന്നലത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഈ സീരീസിലെ ഏറ്റവും മോശം ബോളിങ്ങും ഏറ്റവും മോശം ഫീൽഡിങ്ങും ആയിരുന്നു. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങി ഇംഗ്ലണ്ട് 20 ഓവറിൽ അടിച്ചത് 257 റണ്ണാണ്, അത് 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ. ഇതുവരെ ഫോമില്ലാതിരുന്ന ജോസ് ബട്ട്ലർ ഇന്നലെ അടിച്ചത് 64 ബോളിൽ 131 റണ്ണായിരുന്നു. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ആണെങ്കിലോ 95 നോട്ട് ഔട്ട്, അതും ബ്രൂക്കിന്റെ 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു ഇന്നലെ. ഒരെണ്ണം ശിവൻ ദൂബെയുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു, ഒരെണ്ണം ശിവൻ ദൂബെ ആയിരുന്നു ഫീൽഡർ, അതുകൊണ്ട് ആ ക്യാച്ച് എടുക്കില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അതല്ല, എനിക്ക് മാത്രമല്ല പലർക്കും തോന്നിയിട്ടുണ്ടാവും. മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ മാത്രമാണ് ഒന്ന് അധികം അടിക്കാതിരുന്നത്, അധികം റണ്ണൊന്നും എടുത്തില്ല. പിന്നെ മറുപടി ബാറ്റിംഗിൽ സഞ്ജു ഒരു 27, ശ്രേയസ് അയ്യർ ഒരു 28, ഇഷാൻ കിഷൻ ഒരു 50 അടിച്ചു, തിലക് വർമ്മ ഒരു 50 അടിച്ചു. പക്ഷെ ഇതൊന്നും പോരായിരുന്നു. ഇന്ത്യയുടെ പോരാട്ടം 201 അവസാനിച്ചു. 257 റൺ എന്നുള്ള ആ ഒരു വലിയ സ്കോറിലേക്ക് എത്താനുള്ള പോരാട്ടം ഇന്ത്യ കാഴ്ചവെച്ചില്ല. എന്നാൽ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഇന്നലെയായിരുന്നു മികച്ച ബാറ്റിംഗ്, പക്ഷെ ഫീൽഡിങ്ങും ബോളിങ്ങും വെച്ച് നോക്കുമ്പോൾ ഇന്നലെയായിരുന്നു ഏറ്റവും മോശം ഫീൽഡിങ്ങും ബോളിങ്ങും ഇന്നലെയായിരുന്നു. ഇതോടെ ഇന്ത്യ സീരീസ് 4-0 തോക്കുകയായിരുന്നു. മറ്റൊരു ടീമും ഇന്നലെ വൈറ്റ് വാഷ് ആവേണ്ടായിരുന്നു, ബംഗ്ലാദേശ് സിംബാബ്വെ ആയിട്ട്. മൂന്നാമത്തെ ഓടിയെ ഇന്നലെ സിംബാബ്വെ ആദ്യം ബാറ്റിംഗാണ്, സിംബാബ്വെ 199 ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ 36 ഓവറിൽ തന്നെ ആ സ്കോർ ചേസ് ചെയ്തിരുന്നു. അതോടെ വൈറ്റ് വാഷ് ആയില്ല, പക്ഷെ സീരീസ് സിംബാബ്വെ ജയിച്ചു. 2-1 സിംബാബ്വെ ജയിച്ചു. ഇനി വുമൺസ് ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് നമ്മുടെ വുമൺസ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 170 ഓൾ ഔട്ടായി. ക്രാന്തി ക്രൗഡിന് 5 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 285 റണ്ണിന്റെ എടുത്തിരുന്നു. അപ്പൊ ഇന്നലത്തോടെ ലീഡായി. ഇപ്പൊ ഇന്നലെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 154-1 എന്ന നിലയിലാണ്. മൊത്തം ലീഡ് 269 റണ്ണായി. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ക്രിക്കറ്റ് അപ്ഡേറ്റ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു.